ഗൈസ്, ഇന്ന് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്ന ഗോകുലത്തോട്ടാണ്. അവിടെ എസ്കലേറ്ററിൽ കയറിയപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മിററൊക്കെ നോക്കി ഞാൻ ബ്യൂട്ടി നോക്കുമായിരുന്നു കേട്ടോ. ബിക്കോസ് ഐ എം സോ പ്രിറ്റി, ഐ നോ ദാറ്റ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ കയറിയപ്പോൾ തന്നെ കാണുന്നത് കുറച്ച് ജ്വല്ലറീസിലോട്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജ്വല്ലറി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആക്സസറീനോട് ഇഷ്ടമുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ വരുമല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇയറിങ്സും ബാംഗിൾസൊക്കെ എടുക്കാമെന്ന്. ഞാനതിന് വലിയ ഓർണമെൻറ്റ്സ് ഒന്നും ഇടാറില്ല, പക്ഷേ ഇതായത് കൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഗോകുലത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോർ തന്നെ ഇതിനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു സീ. ഞങ്ങൾ കുറച്ച് കോസ്മെറ്റിക്സും സ്കിൻ കെയറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. ഞങ്ങളിങ്ങനെ ഓരോ ബ്രാൻഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഷോപ്പിൽ കുറേ കൊറിയൻ ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു, അതായത് ബ്യൂട്ടി ഓഫ് ജോസോണും അങ്ങനെ കുറച്ച് ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എക്സ്പെൻസീവ്. പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിലോട്ട് പോയി. അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈദ് കഴിഞ്ഞിട്ടൊരു ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട്. അതിനായിട്ടുള്ള ഡ്രസ്സൊക്കെ നോക്കി. കാരണം ഈദിൻ്റെ ഡ്രസ്സ് നമുക്ക് എന്തായാലും ട്രിപ്പിനിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലുലു മാളിലോട്ടാണ്. അങ്ങനെ ഞാനൊരു കാർട്ടൊക്കെ എടുത്തിട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തോ ഒരു മാളിലോട്ട് ഇറങ്ങി നെക്സ്റ്റ് മാളിലോട്ട് പോകുന്നതെന്ന്. ഇല്ല ഗൈസ്, എനിക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആ സ്ഥലത്തു നിന്ന് മാറും. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കുറേ മാറി മാറി നടക്കും. പിന്നെ ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഗ്രൗണ്ടിൽ കൊടുത്തു. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡെക്കറേഷൻ. ഇത് കാണാനും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് വി ടുക്ക് സം ഫോട്ടോസ് ഫ്രം ദർ. പിന്നെ ഞങ്ങൾ നേരെ തന്നെ ലുലു ഫാഷൻ സ്റ്റോറിലോട്ട് പോയി. ആൻഡ് ഈ ഒരു ജ്വല്ലറി എനിക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ബട്ട് ദാറ്റ് വാസ് ടു എക്സ്പെൻസീവ് ടു. ഈ ഒരു എംറാൾഡ് ഗ്രീൻ സ്റ്റോണിൽ വരുന്നുള്ളതാണ് എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് കോസ്മെറ്റിക്സ് വാങ്ങിക്കാൻ പോയി. ഞങ്ങളൊരു സൺസ്ക്രീൻ നോക്കുമായിരുന്നു. ഈ ഒരു ബ്രാൻഡ് റെനെ എന്നാണ്. പിന്നെ അവർ പറഞ്ഞു 2 പ്രൊഡക്ട്സ് എടുത്താൽ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആണെന്ന്. ഞാൻ അങ്ങനെ 3 പ്രൊഡക്ട്സ് എടുത്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലാസിക് ആൻഡ് ഡെമ്യൂറായിട്ട് കാണിച്ചു തന്നു. ഞാൻ പിന്നെയും കുറച്ച് ആക്സസറീസ് നോക്കാൻ പോയി. എനിക്ക് നേരത്തെ ഷോപ്പൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും കുറച്ച് നോക്കി. പിന്നെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കയറിയിട്ട് ഇതിനൊരു ഹെയർ സ്റ്റൈൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ ബാൻഡ് നോക്കി. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഐ ഫൗണ്ട് ഇറ്റ് ഗൈസ്. ആൻഡ് ഞങ്ങളത് ബിൽ ചെയ്യാൻ പോയി. പക്ഷെ പിന്നെയും ഞാൻ ആക്സസറീസിൻ്റെ സെക്ഷനിലോട്ട് പോയി. പക്ഷെ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു നമുക്ക് പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പാർക്കിംഗ് ലോട്ടിലോട്ട് പോവുമായിരുന്നു. I like to play with the shopping carts, so I used to play with those like a lot because I like find it really funny and relaxing. ഇതിൽ വേറെ 2 സാധനങ്ങളുള്ളൂ, ബട്ട് ഈ ഒരു ഫുൾ ട്രോളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതൊന്ന് പുഷ് ചെയ്തു, അതിൻ്റെ ബാക്കിലോട്ടോടി. ദിസ് ഈസ് ഹൗ ഐ പ്ലേ വിത്ത് മൈ ഷോപ്പിംഗ് കാർട്ട്സ്. ഐ യൂഷ്വലി ഡു ദിസ് എ ലോട്ട് വെൻ ഐ ഹാവ് ഷോപ്പിംഗ് കാർട്ട്സ് ലൈക്ക് ദിസ്. And sometimes people will look at me like, is she have any problem like or something? Is she mad or something? അപ്പോൾ ഗൈസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.